ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ നമ്മുടെ നിലമേൽ നിന്ന് കിളിമാനൂരേട്ടേക്ക് പോകുന്ന വഴി ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. അപ്പോൾ നിലമേൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം മുന്നോട്ട് പോയി കഴിയുമ്പം കണ്ണങ്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മളെത്തും. ആ കണ്ണങ്കോട് മാർക്കറ്റൊക്കെ ഒരു കാലത്ത് വലിയ മാർക്കറ്റായിരുന്നു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലെങ്കിലും മാർക്കറ്റ് അതുപോലെയൊക്കെ തന്നെ ഉണ്ടെങ്കിലും പഴയ ആ ഒരു മാർക്കറ്റ് നിൽപ്പില്ല. എന്നാൽ ഇവിടെ പറമ്പിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. അപ്പോൾ വണ്ടി നിർത്തിയപ്പോഴത്തേന് ഒരു വല്ലാത്ത മണം നമ്മളെ ആകർഷിക്കുന്നുണ്ടായിരുന്നു. പുറമേ നോക്കി കഴിയുമ്പോൾ അവിടെ ചായയുണ്ട്. ചായയും മറ്റ് എണ്ണപ്പലഹാരങ്ങളും ഒക്കെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എണ്ണപ്പലഹാരങ്ങളും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മണം, എന്താണ് മനം മയക്കുന്ന സുഗന്ധം, അത് എന്താണ് അതിൻ്റെ കാരണം എന്ന് തിരക്കി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ട കാഴ്ചകളാണിത്. ധാരാളം അത്തറുകളും അതുപോലെ തന്നെ സ്പ്രേകളും ഒക്കെ പെർഫ്യൂമുകളും ഒക്കെ ഇഷ്ടം പോലെ അവിടെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന പെർഫ്യൂമായിട്ടുള്ള ഇതിനുള്ള പ്രത്യേകത എന്താണ് എന്നുകൂടെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സാധാരണ പെർഫ്യൂമുകൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇട്ട് വിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അതും പെർഫ്യൂം തന്നെയാണ്, ഇതും പെർഫ്യൂം തന്നെയാണ്. എന്നാൽ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളൊരു വിശദമായ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതിനകത്ത് ഈ പെർഫ്യൂമുകൾ മാത്രമൊന്നുമല്ല കേട്ടോ, ധാരാളം കരകൗശല വസ്തുക്കൾ, അതുപോലെ തന്നെ പഴയ സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മളുടെ എന്താ പറയുക വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. നമ്മൾ വാങ്ങുന്നതിനേക്കാൾ ഉപരി കാണേണ്ട കാഴ്ചകളാണ്. എന്തായാലും ഇവിടെ എന്തെങ്കിലും വാങ്ങണമെന്നുള്ളൊരു ആഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിപ്പോവും. ഇനി പറഞ്ഞുതരാം, ഈ കടയുടെ യഥാർത്ഥമായിട്ടുള്ള ഓണർ ഈ രാജ്യത്തില്ല. അദ്ദേഹം വിദേശ രാജ്യത്താണ്. അവിടെ നിന്നുകൊണ്ട് അവരുടെ തന്നെ കമ്പനിയിൽ നിർമ്മിക്കുന്ന പെർഫ്യൂമുകളാണ് ഇത് മുഴുവനും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് യഥാർത്ഥ ഒരു കച്ചവടക്കാരൻ അറിയാം, ജനങ്ങളിലേക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള വസ്തുക്കൾ എത്തിക്കുകയാണെങ്കിൽ തങ്ങളുടെ കസ്റ്റമർ സ്ഥിരമായിട്ട് നമ്മുടെ തന്നെ കസ്റ്റമറായി മാറുമെന്നൊരു സത്യം, അല്ലെങ്കിൽ ആ ഒരു സത്യത്തെ അറിയുന്നവർ അങ്ങനെയാണ് എപ്പോഴും തൻ്റെ കസ്റ്റമർക്ക് ഏറ്റവും ഗുണമേന്മയുള്ള സാധനം അത് തേടിപ്പിടിച്ച് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഒരു ധർമ്മം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്, വിലക്കുറഞ്ഞ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറെയായിരിക്കും, എന്നാൽ അവരൊന്നും നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിരിക്കുകയേയില്ല. എന്നാൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർ നമ്മളെ തേടി തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. എല്ലാ കാലത്തും അവർ നമ്മുടെ കസ്റ്റമർ ആയിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് അവർ ആ പെർഫ്യൂം നിറച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അത് പെർഫ്യൂം നിറച്ച് അതിനകത്ത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ പാക്ക് ചെയ്താണ്. നമ്മളൊക്കെ പലപ്പോഴും വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്ക് നമുക്ക് ചില പെർഫ്യൂമുകളുടെ ഗന്ധം നമ്മളിലേക്ക് അടിച്ചു വരുമ്പോൾ നമുക്കത് തലപെരുക്കും, തലവേദന ഉണ്ടാക്കും. ചില മണങ്ങൾ തലവേദന ഉണ്ടാക്കും അല്ലേ? നമുക്ക് അങ്ങനെയുള്ള പെർഫ്യൂമുകൾ ധാരാളമായിട്ട് കിട്ടാറുണ്ട്. 50 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ തൊട്ടിട്ട് ചെറിയ ചെറിയ കുപ്പികളിലൊക്കെ അടച്ച് പല കമ്പനികളുടെ പേരിൽ ലേബലും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പെർഫ്യൂമുകളൊക്കെ കിട്ടാറുണ്ട്. എന്നാൽ ഇവിടെ വന്ന് ഓരോ അത്തറുകൾ നമ്മൾ മണത്ത് നോക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ഗന്ധം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിൽ ഇവർക്ക് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു, ഒരു പക്ഷേ ഇവർ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇവർക്ക് ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കി ഇത് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാഹനങ്ങളിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ബോട്ടിലുകളിൽ നമ്മുടെ വാഹനങ്ങളിലൊക്കെ എപ്പോഴും ഈ സുഗന്ധം എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ ഫ്രണ്ടിലായിട്ട് തൂക്കാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ ചെറിയ ബോട്ടിലുകളിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തൂക്കാൻ പറ്റിയുള്ള രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തുള്ള ആ ബോട്ടിലുകളാണ് നമ്മളിവിടെ കണ്ടത്. നമുക്കിഷ്ടമുള്ള മണം തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓരോ ബോട്ടിലുകൾ വാങ്ങി നമ്മളെ വാഹനത്തിലൊക്കെ വെക്കാൻ സാധിക്കുന്നതാണ്. ഒട്ടുമുക്കാലും എല്ലാ ബ്രാൻഡുകളും ഇവർ സ്വന്തമായി തന്നെ നിർമ്മിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് കളറുകളിൽ ഒരുപാട് വ്യത്യസ്തമായ സുഗന്ധങ്ങളിലുമൊക്കെ ഇവർ തന്നെ നിർമ്മിക്കുന്ന ഈ അത്തറുകളുടെ ഒരു വലിയ ശേഖരം. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ആ ചായക്കടയിൽ ചായയും കടികളും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഇവിടെ ഒന്ന് കയറാതെ പോകില്ല. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു, ആ ഒരു സുഗന്ധം കാരണം ഇവിടെ കയറാതെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ വസ്തുക്കളൊക്കെ ഇത് നമ്മളെ വാഹനത്തിലൊക്കെ വെക്കുന്നതാണ് കേട്ടോ. ഈ വെള്ളം നിറച്ചതുപോലെ ഇത് കമത്തിയാലൊന്നും ചരിഞ്ഞു പോകത്തൊന്നുമില്ല. ഇതിനകത്ത് ഇങ്ങനെ ഈ ഒരു കളറിലുള്ള വെള്ളം ഈ ഗ്ലാസ്സുകളിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്.
അത് ചരിഞ്ഞു പോകുന്ന രീതിയിലല്ല, അതിനെയൊക്കെ അടച്ചിരിക്കുകയാണ് കേട്ടോ ആ ഗ്ലാസ്സിൽ തന്നെ. നമ്മളുടെ ഉള്ളിൽ കടന്നുകൂടി നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ ആളെ നമുക്ക് കാണണ്ടേ? കണ്ടില്ലേ ഈ പുക വരുന്നത് കണ്ടിട്ടുണ്ടോ? ഈ പുക ഇത് ഊതിൻ്റെ തടികളാണ്, അതിലെ ചെറിയ ചെറിയ പീസുകളാണ്. ഈ പുകയുണ്ടല്ലോ, ഈ പുകയാണ് നമ്മളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ മണം ഏറെക്കുറെ നമ്മൾ റോട്ടിലൊക്കെ നിൽക്കുമ്പോൾ പോലും ഈ ഒരു ഗന്ധം നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അത് കാരണമായിട്ട് ആണ് ഈ ഒരു ആകർഷകമായിട്ടുള്ള ഈ ഒരു മണം എവിടെ നിന്നാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും, ആ രീതിയിലാണ്. എന്നാൽ ഇതിൻ്റെ മുറ്റത്ത് തന്നെ ഇതിൻ്റെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഈ സ്ഥലത്ത് നിന്നാണ്. നമ്മളവിടെ ചായ കുടിക്കാണ്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകം കയറി കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ വലിയൊരു സ്ഥാപനമാണ്. നമ്മൾ ചെറിയൊരു അത്തർ കടയല്ല, വലിയ ഇതിന് വേണ്ടി മാത്രമുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവർ വിദേശ രാജ്യങ്ങളിൽ മെയിനായിട്ട് ഇത് ചെയ്ത് ഇങ്ങോട്ട് നാട്ടിലേക്ക് അവരുടെ സ്ഥാപനങ്ങളിലോട്ട് കയറ്റി വിടുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് അവരിതിനെ ആധികാരികമായിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇതാണ് നമുക്ക് വരുന്ന വൈറ്റ് യൂത്ത്. വൈറ്റ് യൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അത് 2 days സ്മെല്ല് ലാസ്റ്റിംഗ് ആണ്, നമ്മൾ വിൽക്കുന്നതാണ്. അതെ അതെ അതെ, ഒറിജിനൽ ആണ് അല്ലേ? അവിടെ നിന്ന് തന്നെ തയ്യാറാക്കുന്നതാണ്. അതുപോലെ ഇതിനകത്ത് വൈറ്റ് യൂത്ത്, നമുക്ക് ബ്ലാക്ക് യൂത്ത്, പിന്നെ സാൻഡല്, അങ്ങനെ കുറെ പെർഫ്യൂം അത്ര തന്നെ നമുക്കുണ്ട്. ഊത് ലാവൻഡർ ഊത്. അതെ അതെ, ഇത് ഈ സാൻഡൽ എന്ന് പറഞ്ഞാൽ ചന്ദനത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. അതെ 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 അതെ, ബ്ലാക്ക് വുഡ്. അതെ. അപ്പോൾ സ്ഥാപനത്തെക്കുറിച്ചുള്ള കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിലുകളും മൊബൈൽ നമ്പരും ഒക്കെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ അവരുടെ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ അതിൻ്റെതായിട്ടുള്ള ഡിസ്കൗണ്ടുകൾ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞങ്ങൾ അതിൻ്റെ വിവരങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. കണ്ണങ്കോട് മാർക്കറ്റിന് ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. ധാരാളം ടോയ്സുകളും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വീട്ടിന് അലങ്കാരമായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കുന്ന ഡ്രോയിങ്ങുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഗുണമേന്മയുള്ള വസ്തുക്കൾ നിങ്ങളിലേക്കും അവരിലേക്കും ഒക്കെ എത്താൻ ഇത് കാരണമാകുന്നതായിരിക്കും. തീർച്ചയായിട്ടും വസ്ത്രത്തിലുണ്ടാകുന്ന ഈ ഒരു സുഗന്ധം തീർച്ചയായിട്ടും ജീവിതത്തിലും പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അത് കാരണമായി തന്നെ നല്ല ദിവസങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ സൂഫി സഞ്ചാരി എന്ന് പറയുന്ന ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും എത്തിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി.